നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. രണ്ട്, സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. താങ്ങാവുന്നതിൽ കൂടുതൽ മനസ്സിൽ സങ്കടമുണ്ടായാൽ ചിലരുടെ കാഴ്ചയിൽ ദേഷ്യക്കാരനും അഹങ്കാരമുള്ളവരായും മാറ്റി തീർക്കും ഈ സമൂഹം. അതിലും ഭേദം മൗനം പാലിച്ചും നിങ്ങളുടെ വഴിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സങ്കടം പങ്കുവയ്ക്കുവാൻ ആരുമുണ്ടാവില്ല, പക്ഷേ സന്തോഷം പങ്കുവയ്ക്കാൻ അനവധി പേർ ഉണ്ടാകും. ധനം കൊണ്ട് നീ ധനികനായിരിക്കാം, പക്ഷേ ഹൃദയം കൊണ്ട് നീ ദരിദ്രനാകാതെ നോക്കണം. കാരണം ധനം കൊണ്ട് നേടാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിൽ ഹൃദയം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയും. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ മുഖം, നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ നിറം, നമ്മുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും. ആരുടെയെങ്കിലും സ്നേഹത്തിൽ നമ്മൾ അതിരറ്റ് സന്തോഷിച്ചിട്ടുണ്ടോ, അതേ സ്നേഹം തന്നെ നമ്മളെ ചിലപ്പോൾ ഒരുപാട് കരയിപ്പിക്കും. നെഗറ്റീവ് സ്വഭാവമുള്ളവരെ സൗഹൃദങ്ങളിൽ നിന്നും ഒഴിവാക്കുക. അതിലൂടെ ഒന്നും നഷ്ടപ്പെടില്ല, മറിച്ച് നന്മയെ ഉണ്ടാകൂ. എവിടെയാണ് സ്നേഹവും സമാധാനവും ഉള്ളത്, അവിടെ നല്ലൊരു ജീവിതമുണ്ട്. നീ നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പോലെ നിന്റെ ഭാര്യയെയും സ്നേഹിക്കുക. കാരണം നീ ഒരു പിതാവാകാൻ അവൾ സഹിക്കുന്ന വേദന നിന്റെ മാതാവ് നിനക്ക് വേണ്ടി സഹിച്ച വേദനയ്ക്ക് തുല്യമാണ്. സ്നേഹിക്കുവാൻ ആദ്യം വേണ്ടത് സത്യം മാത്രം പറയുന്ന ഒരു നാവാണ്, പിന്നെ അഭിനയിക്കാതെ ജീവിക്കാനുള്ള കഴിവും. സ്നേഹമായാലും സമയമായാലും അർഹതയുള്ളവർക്ക് നൽകുക. അതില്ലാത്തവർ അതിന്റെ വിലയറിയാതെ വലിച്ചെറിയും. ആരുടെ മുമ്പിലും അഭിനയിക്കാൻ പഠിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നവരെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ സത്യമായും നമ്മൾ തോറ്റുപോകും. ജീവിതം മടുപ്പിച്ച മനുഷ്യരെ മറക്കണം, ജീവിക്കാൻ കൊതിപ്പിച്ച മനുഷ്യരെ സ്നേഹിക്കണം. നമ്മളെ മറന്ന മനുഷ്യരെ ഓർത്ത് മരവിച്ചിരിക്കുന്നതിലും നല്ലത് നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരോടൊപ്പം ജീവിക്കുന്നതാണ്. ആശ്വാസം ഉള്ളിടത്ത് മാത്രം വിശ്വസിക്കുക, എല്ലാ തണലും നമുക്കുള്ളതല്ല. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ സമാധാനമായി ഇരിക്കുക, കാരണം എത്ര കഠിനമായ വെയിലേറ്റാലും കടൽ വറ്റില്ലല്ലോ. ദേഷ്യവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. ശാന്തമായതിനു ശേഷമേ മനസ്സിലാകൂ നഷ്ടം എത്രത്തോളം വലുതായിരിക്കുമെന്ന്. വാക്കാർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒന്നാണ്, പക്ഷേ വാക്കുകളിലെ കള്ളം തിരിച്ചറിയുമ്പോൾ കബളിക്കപ്പെടുന്ന മനസ്സുകളുടെ വേദന വാക്ക് മാറ്റുന്നവർ അറിയാറില്ല. മറ്റൊന്നിൽ ഭംഗി തേടുന്നവർക്ക് നമ്മളിൽ അഭംഗി തോന്നി തുടങ്ങും. കള്ളങ്ങളും രഹസ്യങ്ങളും ഉറങ്ങുന്ന ഇടങ്ങളിൽ സ്നേഹത്തിനൊരിക്കലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. മനസ്സ് തകർക്കാനും മനസ്സ് നിറയ്ക്കാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരും ഇല്ല എന്നതാണ് സത്യം. ചിരിയാണ് ഏറ്റവും വലിയ മറയും മറുപടിയും. ജീവിതം പോയിക്കൊണ്ടിരിക്കും, ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല. ജീവിതം എന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിലെ യാത്രക്കാരൻ ആകണോ ഡ്രൈവർ ആകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത്. ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവർ കണ്ടത് തിരയും തീരവും മാത്രമാണ്. ഒരുപാട് ഇഷ്ടത്തോടെ അടുത്തേക്ക് ചെല്ലുന്തോറും നമ്മളെ പറ്റിച്ചു ദൂരേക്ക് പോകുന്ന ചന്ദ്രനോട് ആർക്കെങ്കിലും വെറുപ്പ് തോന്നാറുണ്ടോ? അതുപോലെയാണ് ചില ഇഷ്ടങ്ങളും. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക, പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. എല്ലാറ്റിനും എതിർക്കണമെന്നില്ല, ചിലതിനു മറുപടി കൊടുക്കണം. അവിടെ മൗനം പാലിച്ചാൽ നഷ്ടമാകുന്നത് നമ്മുടെ സത്യസന്ധതയാണ്. അർഹതയില്ലാത്തവർക്ക് സഹായവും സ്നേഹവും നൽകി ഒടുവിൽ വിഡ്ഢികളായി സ്വയം വില കളയുന്ന മനുഷ്യരിൽ ചിലരാണ് നമ്മളൊക്കെ. എന്റെ നിശബ്ദത ചിലപ്പോൾ സ്നേഹമാകാം, മറ്റു ചിലപ്പോൾ പ്രതികാരമാകാം, ചില സമയങ്ങളിൽ പ്രതിഷേധമാവാം, ചിലപ്പോഴെല്ലാം അതിന്റെ നിസ്സഹായതയുമാകാം.
ആരും താങ്ങി നിർത്താനില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാൻ ചിറകുകളായി മുളയ്ക്കുന്നത്. ഒന്നിലും അതിരുകടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത്. ആരെന്തു പറഞ്ഞാലും ശാന്തത പാലിക്കുക. കാരണം സൂര്യന്റെ ചൂട് എത്ര കൂടിയാലും കടലൊരിക്കലും വറ്റില്ല. പലരും പെരുമാറുന്ന അതേ രീതിയിൽ തിരിച്ചു പെരുമാറിയിരുന്നെങ്കിൽ പല ബന്ധങ്ങളും എന്നേ അവസാനിക്കുമായിരുന്നു. എല്ലാ മൗനങ്ങളും വെറുപ്പ് കൊണ്ടല്ല, ചിലത് ഒന്നും പറയാൻ പറ്റാത്ത വേദന കൂടിയാണ്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ സ്നേഹിക്കുവാൻ ആളുണ്ടാവൂ. സ്വന്തമായി തീരുമാനങ്ങളുള്ളവർ വെറുക്കപ്പെട്ടവരായി മാറുന്നു. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ബുദ്ധിയല്ല, മറിച്ച് മനസ്സിന്റെ ശുദ്ധിയാണ് ആവശ്യം. പണവും സ്ഥാനവും വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ആദ്യം വരുന്ന രോഗം കാഴ്ചക്കുറവാണ്. നന്ദി വാക്കായാലും സ്നേഹവാക്കായാലും ഹൃദയത്തിൽ നിന്നാവുക എന്നത് പ്രധാനമാണ്. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ. എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ആ ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്നു വരില്ല. ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതാണ് ജീവിതം. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. കേൾക്കുന്നതെന്തും ഉടനടി വിശ്വസിക്കരുത്. ചിന്തിക്കൂ. സത്യത്തെക്കാൾ നുണയാണ് വേഗം പടരുന്നത്. ഒരു വാക്കായാലും ചെറു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കാതിരിക്കുക. പിന്നീട് കൊടുക്കുവാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടാകണമെന്നില്ല. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ധരിച്ചു വയ്ക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യങ്ങളോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും. പണമുണ്ടെങ്കിൽ എത്ര അകന്ന ബന്ധുക്കളും അടുത്ത ബന്ധുക്കളാകും. പണമില്ലെങ്കിൽ എത്ര അടുത്ത ബന്ധുക്കളും അകന്ന ബന്ധുക്കളാകും. ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടണം. ആരും കൂടെ ഇല്ല എന്നൊരു തോന്നലാണ് പലരെയും ജീവിക്കാൻ പഠിപ്പിച്ചത്. ഇവിടെ വരുന്നവരും പോകുന്നവരും തനിച്ചാണ്. മനസ്സ് മടുക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ ഒന്ന് തനിച്ച് വിടുമോ എന്ന്. ഞാൻ മാത്രമല്ല, നീയും ചോദിക്കുന്നുണ്ടാകും. തനിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു സുഖമുണ്ട്. നിനക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിന്റെ സുഖം.